നമസ്കാരം. കോതമംഗലത്ത് യുവതി ആത്മഹത്യ ചെയ്തു. ആൺ സുഹൃത്ത് പിടിയിൽ. കോതമംഗലത്ത് വിദ്യാർത്ഥിനിയായ സോന എൽദോസ് 23 വയസ്സ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് റമീസ് പോലീസ് കസ്റ്റഡിയിൽ. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പെൺകുട്ടിയുടെ മരണത്തിന് കാരണം റമീസിൻ്റെ പീഡനങ്ങളാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ശനിയാഴ്ചയാണ് TTC വിദ്യാർത്ഥിയായ സോന എൽദോസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ സോനയുടെ മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. സോനയെ റമീസിൻ്റെ വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നും മതം മാറാൻ നിർബന്ധിച്ച് ഉപദ്രവിച്ചു എന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. സോനയെ റമീസ് ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോയെന്നും റമീസിൻ്റെ മാതാപിതാക്കൾ ബന്ധുക്കൾ വഴി സോനയോട് മതം മാറിയാൽ മാത്രമേ വിവാഹം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞു. റമീസിൻ്റെ സുഹൃത്തുക്കളും ഇക്കാര്യത്തിന് സോനയെ നിർബന്ധിച്ചിരുന്നു. ഇതിൻ്റെ മനോവിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരം ആത്മഹത്യകളും കുറ്റകൃത്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലോടെയല്ലാതെ ഇതൊന്നും ശ്രവിക്കുവാനോ കാണുവാനോ കഴിയുന്നില്ല. മലയാളിയുടെ ആത്മധൈര്യം എവിടെ? മതസൗഹാർദ്ദം എവിടെ? എല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. പുതിയ തലമുറ വിദ്യാഭ്യാസത്തിൻ്റെയും വിവരത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടതാണ്. പക്ഷേ പഠിച്ച് താഴോട്ട് വളരുന്ന ഒരു സംഗതിയിലേക്കാണ് നാം മലയാളികൾ ചെന്ന് പൊക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അറുതി വേണം. മത മേലധ്യക്ഷന്മാരും ഭരണകൂടങ്ങളും രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇത്തരം വിവരക്കേടുകളിൽ നിന്ന് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.